തേജസ്വിനി പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തി. സംഭവം നടന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 3 കിലോമീറ്റർ താഴെ മാറി പുഴയുടെ നടുവിലുള്ള തുരുത്തിലെ ഓടക്കാടിനിടയിൽ നിന്നാണ് ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹം ലഭിച്ചത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ, സുഹൃത്തുക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തി വരികയായിരുന്നു. എന്നാൽ പുഴയിൽ വെള്ളവും ഒഴുക്കും ശക്തമായിരുന്നതിനാൽ ആദ്യ ദിനങ്ങളിൽ തിരച്ചിൽ ദുഷ്കരമായിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെ ജലനിരപ്പ് താഴ്ന്നതാണ് തിരച്ചിൽ സംഘത്തിന് തുണയായത്. മൃതദേഹം കണ്ടെത്തിയ വിവരമറിഞ്ഞ് 100 കണക്കിന് ആളുകളാണ് പുളിങ്ങോം പാലത്തിൽ തടിച്ചുകൂടിയത്. തുടർന്ന് റാഫ്റ്റിംഗ് ബോട്ടിൽ പുഴയിലൂടെ മൃതദേഹം പുളിങ്ങോം പാലത്തിന് സമീപത്തേക്ക് എത്തിച്ചു. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പോലീസും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങിയ മൃതദേഹം ആംബുലൻസിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകട സമയത്ത് തന്റെ കൈവശമുണ്ടായിരുന്ന ലൈഫ് ജാക്കറ്റ് അഴിച്ചു നൽകി മറ്റൊരാളുടെ ജീവൻ രക്ഷിച്ച ശേഷമാണ് രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ രാജേഷിന്റെ വേർപാടിൽ പ്രണാമമർപ്പിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. രാജേഷിൻ്റെ അടുത്തോടും ചോദിച്ചിട്ടുണ്ടല്ലോ, ഇതിൽ കൊണ്ടുവരട്ടെ, ഡ്രാഫ്റ്റ് കൊണ്ടുവരട്ടെ, എടുക്കാൻ പറ്റുന്ന എടുക്കട്ടോ. ഇച്ചിരി കൊണ്ടേ ഇങ്ങോട്ട് നോക്കി പിടിച്ചേക്കാം. കടയിലോട്ട് തന്നെ കൃഷ്ണ
സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.